ഹായ് എവരിവൺ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഡേ 2 മണാലിയിലാണ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഇത് ഞങ്ങളുടെ മഹിക്കുട്ടി നിലുവിൻ്റെ മോളാണ്. നീലുവൊക്കെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചർച്ചിൽ പോയിട്ടുണ്ട്. അപ്പം ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ചർച്ചിലേക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചർച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ കുളിച്ച് റെഡി ആയിട്ട് ഇറങ്ങിയൊക്കെയാണ്. ഇവളാണ് ഞങ്ങൾക്ക് കൂടെ എസ്കോർട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇവരാരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2022 ഒരിക്കൽ മണാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ അവർക്കൊരു വീടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടൽ റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് അവിടെ ആ റൂമിൽ താമസിച്ച് അങ്ങനെ പരിചയമായതാണ് ഇവരെ. അങ്ങനെ ഈ വർഷം വന്ന് ഇവരുടെ കൂട്ടത്തിലാണ് ഇവരുടെ വീടിൻ്റെ അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ ചർച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങുകയാണ്. ലെറ്റ്സ് ഗോ ചർച്ച്. പള്ളി കണ്ടോ, ഇതാണ് ചർച്ച്. ഏ വാല കിത്തറേ ഏ ഫുൾ. ഇതാണ് പള്ളി. ഇവളാണ് ഞങ്ങൾക്ക് പള്ളി വഴികാട്ടി. ചലോ, പള്ളി വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. വെയിറ്റ്, പള്ളി എത്തി. ഇതിനുള്ളിലാണ് പള്ളി. അപ്പം ഇവിടെ തലയിൽ ഷോൾ ഇടണം. ഷോൾ നിർബന്ധമില്ല. ഇത് വെച്ച് കവർ ചെയ്താൽ മതി. അവൾ പറഞ്ഞു ഇത് വെച്ച് കവർ ചെയ്താൽ മതി. ഓക്കെ, ചർച്ച് അന്തർ ജയ. यशोदा कदने चढ़ना जमाना बैरी रख हो गे मैं पल्ला यशोदा कदने चढ़ना जमाना बैरी रख हो गे आदा नहीं चढ़ना मैं हुक्माते उदे सदा चलदा ഹിന്ദിയിലായതുകൊണ്ട് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. അങ്ങനെ കുർബാനയൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അവിടെ പള്ളിയിലത്തെ ഏതൊരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ കൂട്ടിയിട്ട് ആ പാട്ടിങ്ങനെ പാടുമായിരുന്നു കേട്ടോ. പള്ളിയിലത്തെ പ്രെയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരും അങ്ങനെ എഴുന്നേറ്റ് പോകുന്നില്ല. അന്വേഷിച്ചപ്പോൾ പറയാണ് ഇവിടുത്തെ പ്രേയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായയും പലഹാരവും കിട്ടുന്നു. അന്നത്തെ പലഹാരം മൊമോസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ചായയും. നല്ല പരിപാടിയായിരുന്നു. പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ഒരു ഇതിനകത്ത് 5 എണ്ണമൊക്കെ. കഴിഞ്ഞ ആഴ്ച കട്ട്ലേറ്റ്, സമൂസ, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടാവും കേട്ടോ പറഞ്ഞത്. ഇവിടെ മൊമോസൊക്കെ കിട്ടും. ഓടി പോകാം. പള്ളിയിൽ വന്നതാണെല്ലാവരും, ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടിയിട്ട്. സമൂസം ചായയോ മൊമോസൊക്കെ കിട്ടി, ചായയൊക്കെ കിട്ടി. നല്ല പള്ളിയല്ലേ. യാ, സോ നമുക്ക് പോവാം. ഇനി പള്ളിയിൽ നിന്ന് ഇറങ്ങാം. ഓൾഡ് മണാലി से ड्रॉप कर दूंगी गाड़ी में ചെറുക്കൻ. ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഓൾഡ് മണാലിയിലേക്ക് പോവാം. അവർ വീട്ടിലേക്ക് പോയി. കാരണം അവർക്ക് എന്തോ മൊമോസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡർ വന്നു എന്നും പറഞ്ഞിട്ട് അവൾ പോയി. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ പതുക്കെ പോവാന്ന് വിചാരിച്ചു. ഓൾഡ് മണാലി വരെ പോയിട്ട് വരാം. ഗുലാബ് ജാമുൻ ഞങ്ങൾ 2 പേരും പോവാം. ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഇത്രയിട്ട ജാക്കറ്റൊക്കെ വെറുതെ തോന്നുന്നില്ല. നല്ല മരം ഇലയൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. വരുമ്പോ തണുപ്പാവും. കണ്ടോ, ഹാഡിംബ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിലെ നമുക്ക് അങ്ങോട്ട് റൂമിലേക്ക് പോവാം കേട്ടോ. ഈ വഴിക്ക് ഇതിലെയാണ് ഓൾഡ് മണാലിക്ക് പോകണ്ടേ. ഈ റോഡ് സ്ട്രെയിറ്റ്. നല്ല രസമുള്ള വഴികൾ. ഇപ്പം മനു ടെമ്പിൾ, ഓൾഡ് മണാലി മനു ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ റോഡിലേക്ക് കുറേ മഞ്ഞ്. ഭയങ്കര വണ്ടികളാട്ടോ. വണ്ടികൾ കാരണം നടക്കാൻ പറ്റാത്ത അമ്മേ കൊല്ലു ഇപ്പോൾ അല്ലേ. 2 വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ ഉള്ള സ്ഥലം ഇല്ലല്ലേ അമ്മേ. ഞങ്ങള് നടന്നു പോവാന്ന് വിചാരിക്കാൻ കാരണം കണ്ട് പതുക്കെ. നമുക്ക് ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഇന്ന് ഓൾഡ് മണാലി
കറങ്ങാന്നാ വിചാരിക്കണേ. അതെ, ഇവിടുത്തെ ഹസ്കി അത് ഹസ്കിയുടെ വേറൊരു ഇത് നല്ല രസമില്ലേ? ഇത് ഇവിടുത്തെ സ്നോയിൽ ഉണ്ടാവുന്ന തണുപ്പത്ത് ഉണ്ടാവുന്ന പട്ടികളല്ലേ? ആ, വണ്ടി താഴേന്ന് നിങ്ങളെങ്ങനെ ആ താഴത്തേക്ക് ഏറ്റവും ഇങ്ങനെ കയറി വന്നോണ്ടിരിക്കും. ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോഴത്തേക്കും ഒരു കാർ റിവേഴ്സ് ചെയ്ത് വരുന്നു. അപ്പം ഞാൻ വെച്ചത് ആരാന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനി അറിയുന്ന ആരിലായിരിക്കും. അപ്പം മിനിഞ്ഞാന്ന് ഞങ്ങളുടെ കൂടെ ട്രെയിനിലുണ്ടായിരുന്ന ഒരു പയ്യനാണ്. പിന്നെ ഞാൻ അറിയുന്ന എൻ്റെ ഫ്രണ്ട് അവരെല്ലാവരും കൂടെ കാറിൽ അവരിവിടെ പ്രോപ്പർട്ടി ഉണ്ട്. ഇവിടെ വന്നപ്പോഴും കുറച്ച് മലയാളീസിനെ കണ്ടു. അപ്പം ഞങ്ങൾ ഓൾഡ് മണാലി കവാടത്തിലേക്ക് കേട്ടോ, ഇതാണ് ഓൾഡ് മണാലി കവാടം. നടന്നു അടുത്തായിരുന്നു അമ്മേ? ഇരുന്നല്ലേ? നടന്നു പോകാനല്ലേ രസം? കാഴ്ച കണ്ട് പതുക്കെ കണ്ട് ഇറങ്ങാൻ കേട്ടോ. ചിലപ്പോൾ തിരിച്ച് ഞങ്ങള് പോകുമ്പോൾ ഓട്ടോറിക്ഷ എന്തെങ്കിലും എടുത്ത് പോവാന്ന് വിചാരിക്കണു അല്ലേ അമ്മേ? വാ, ഞങ്ങളപ്പം ഇതാണ് ആ കവാടം. അവിടെ ഉണ്ട് 2 കിലോമീറ്റർ എങ്ങോട്ടാ? അതെന്താ സാധനം? അവിടെ എന്തോ ഒരു അത് ആ മോളിൽ ഹിന്ദിയാണോ മലയാളമാണോ എന്ത് എഴുതി വെച്ചായിരുന്നു? ഒന്ന് വായിക്കാവോ? മലയാളമല്ല, ഇംഗ്ലീഷ്, സോറി. ഹിമാചൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുളു. അപ്പൊ കുളു എങ്ങോട്ടാണോ പോകേണ്ടത്? ഇതിലേക്കിടെ പോവാന്ന് തോന്നുന്നു, കുളുവിലേക്ക് ഇട്ടാ ഇതിലേയും പോവാൻ തോന്നുന്നു കേട്ടോ. കുളുവിന്റെ എനിക്ക് തോന്നുന്നു ഇത് കുളുന്ന് ഇത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓൾഡ് മണാലി കുളുന്ന് താഴെ എഴുതിയിട്ടുണ്ട്. മേ ബി ഇനിയിപ്പം കുളുവിലേക്ക് ഇതിലേക്കിടെ പോവായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല അറിവുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ അതെ തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഇവിടെ ഏതാ സൈഡിലൊക്കെ ഒത്തിരി മഞ്ഞുണ്ട്. ഇവിടുത്തെ പട്ടികൾ മറ്റുണ്ടല്ലോ ചീർത്തിരിക്കുന്നു. നിറച്ച് മഞ്ഞുണ്ട്. ഞങ്ങളിപ്പോ ഈ ഒരു യൂക്കാലിപ്സ് മരത്തിന്റെ അടുത്ത് വന്നപ്പോ ഇവിടെ കണ്ടോ മരം മുറിക്കുന്നുണ്ട്. അവിടെ അതിലേക്കൂടെ നടന്ന് ഇവിടെ താഴോട്ട് എത്തി കേട്ടോ. ഇത് ഓൾഡ് മണാലിയുടെ ഒരു ഭാഗം തന്നെയാണ്. എന്തോ ഒരു പേര് പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട്, എന്തോ വിഹാർ, അവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ ഇത് താഴെ ഇവിടെ ഫുള്ള് സ്നോയാണേ. ഇവിടെയൊക്കെ സ്നോയാണ്. നോക്കി, ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇരുണ്ടിരിക്കുക. ഞാൻ ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഫുള്ള് സ്നോയാണ്. അവിടെ അപ്പുറത്തെ കരയിൽ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. കുറേ ആക്ടിവിറ്റീസ് ലൈക്ക് ഈ റിവർ ഡ്രാഫ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വെറുതെ എനിക്ക് തോന്നുന്നു അതിന് 200 രൂപ എങ്ങാണ്ട് കൊടുക്കേണ്ടി വരും. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ആ സൈഡിലൊക്കെ. നമ്മളിനി ഇതിലേക്കൂടെ ഇവിടുന്ന് മമ്മിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞു. ആ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അതിലേക്കിടെ കറങ്ങാമെന്ന് വിചാരിച്ചു, നടന്നു പോകാമെന്ന് വെച്ചു. ഓൾഡ് മണാലി ആ ഭാഗത്തേക്ക് മനു ടെമ്പിൾ ഉണ്ട്, മനു ടെമ്പിളിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകണം. മമ്മി അത് അവിടെ വെയിറ്റ് ചെയ്യാം. കുറച്ച് മഞ്ഞുണ്ട് കേട്ടോ. ഞങ്ങളെ ഈ മഞ്ഞിക്കടെ ചവിട്ടി ഇട്ട ആ അവിടെയല്ല, അങ്ങോട്ട് പോ തിരിച്ച്. മഞ്ഞ് വരാൻ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ തോണ്ടണം കിടന്നിട്ട്. ഇത് ഈ ഇപ്പൊ ആൾക്കാർ പോയ വഴിയുണ്ടാ? എവിടെ പോവാ? ഇങ്ങോട്ട് വാ, തിരിച്ചിറങ്ങ, റിവേഴ്സ്. ആൾക്കാർ പോയ വഴിയുണ്ടാ? ഞാനേ ചെരുപ്പാ ഇട്ടേക്കണ, അറിയോ? ഷൂ അല്ല എന്റെ സോക്സ്. അങ്ങോട്ട് പോ. ഇച്ചിരി അവിടെ വരെ പോ. മഞ്ഞ അവിടെ ഫുള്ള് ഇങ്ങനെ കിടക്കുക. നല്ല രസം, വാരി എറിയ. ഞാൻ ഗ്ലൗസ് ഒന്നും ഇടാതെ കേട്ടോ ഞാൻ ഇതിലേക്ക് നടക്കുന്നത്. നല്ല മഞ്ഞുണ്ട് ഇവിടെയൊക്കെ. അത്യാവശ്യം നല്ല മഞ്ഞ് വാരാൻ കിട്ടിയിട്ടുണ്ട്. കൈ ഐസായിട്ടിരിക്കുന്നു. ഗൈസ് മഞ്ഞ് തിന്നോ? ഇതിപ്പോ ഓക്കെ മതി. മഞ്ഞുകളിയൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഇനി സ്ഥലം കാണാൻ പോയി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഐസായി പോയി. എൻ്റെ കൈ റെഡായി, ഭയങ്കര റെഡായി. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെയിലിവിടെ അമ്മേ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 5 മണി ആവാനാവുന്നുണ്ട്. അപ്പോൾ 5 മണി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പ് കൊടുക്കും. അതിനേക്കാളും മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ പോയിട്ട് അവിടെ പോയിട്ട് മനു ടെമ്പിളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാന്ന് വിചാരിക്കുന്നുണ്ട്. പോയല്ലേ അമ്മേ? മമ്മിക്ക് ഭയങ്കര ഹാപ്പി ആയില്ലേ? നിറച്ച ഇവിടെ ഫുള്ള് മഞ്ഞ് കിട്ടി കേട്ടോ.
ഈ ഭാഗം കംപ്ലീറ്റ് മഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി മേലെ മമ്മി മഞ്ഞാണെന്നൊന്നും അറിയില്ല എന്നൊക്കെ ശരി. നടന്നപ്പോൾ ഓൾഡ് മണാലി എത്തിയിട്ടുണ്ട്. ഇതാണ് ഓൾഡ് മണാലി. ഇതാ സ്ഥലങ്ങള് ഓരോന്ന്. ഓൾഡ് മണാലി ഭാഗം ഇതൊക്കെ. ചായ അത് അവിടെ ഉണ്ടമ്മേ. എന്താ അവിടെ നോക്കോ. ഒരു സ്ഥലം ഇത്. ഈ ഒരു സ്ഥലം കണ്ട, ഈ ഒരു സ്ഥലത്താണ് മഞ്ഞ് ഭയങ്കര കൂടുതലായിട്ട് വണ്ടി തെന്നിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറെ പേര് കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഈ സ്ഥലം. ഇവിടെ ഇങ്ങനെ കുറേ ഡ്രസ്സുകള്, പല പല ഐറ്റം ഗ്ലാസ്സുകള്, ജഗ്ഗുകള് ഒക്കെ അടിപൊളി. സൈഡില് എനിക്ക് നല്ലൊരു ദാബ കഫേ. രസമല്ലേ ഇവിടെ കാണാന്. ബാഗിൻ്റെ സ്പോട്ടുകള്. ഏതാമേ ആ ഒരു പൂവല്ലേ, നല്ല രസമല്ലേ. ഞങ്ങളിങ്ങനെ നടന്ന് കയറി വരുമ്പോഴേ നോക്കിയേ ഒരു വെള്ളരി, നമ്മുടെ കണിവെള്ളരി നാട്ടിലത്തെ ഒറ്റ ഒന്ന് മാത്രം തൂങ്ങി നിൽക്കണേ. ഞാനിങ്ങനെ ചോദിക്കായിരുന്നു, ഇത് വള്ളിയുണ്ട് മമ്മി? വള്ളികളുണ്ട്. കണിവെള്ളരി അവിടെ നിൽക്കുന്നു. കേറ്റാം കയറി കയറി ഭയങ്കര അങ്ങോട്ട് ഭയങ്കര സ്ലോപ്പാട്ടോ, ഭയങ്കര കയറ്റാ. മലകളുണ്ടോ? ആ ദൂരത്തെ മല ഫുള്ള് സ്നോ ആയിട്ട്. ഓരോരുത്തരുടെ വീടുകളാട്ടോ ഈ കാണുന്ന ഇവിടെയുള്ളവരുടെയൊക്കെ. ഇവിടെ ഉള്ളിലേക്ക് കാണാൻ നല്ല രസമല്ലേ. ഇതേ കണ്ട ഇവിടുത്തെ വീടുകളൊക്കെ ഒരു ഭയങ്കര ഇത്. ഇവിടെ ഫോട്ടോ എടുക്കണോ? ഇവിടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കണോ? മടുത്ത് മമ്മി മടുത്ത് നടന്ന് നടന്ന് മമ്മി മടുത്തു. ദേ മനു ഇത് ഒരുമാതിരി നടത്തമായി പോയി എന്നൊക്കെ. അതെ, ഷോർട്ട് കട്ട് കയറി ഇങ്ങനെ വരിക. ഷോർട്ട് കട്ട് കയറി. ഇത് അമ്പലത്തിന്റെ ഭാഗമാണ്, മന്ദിറിന്റെ ഭാഗമാണ്. പക്ഷെ ഞങ്ങൾ ഇതിലേക്കടെ ഇങ്ങോട്ട് ഇറങ്ങി. ഇതാ ഒരു അമ്പലമാണ്, മനു ടെമ്പിളിന്റെ. അതിന്റെ ഉള്ളിലൊരു കുട്ടി ഇരിക്കുന്നു അതിന്റെ മുകളില്. ആ ഒരു തുളയക്കട നോക്കി അവിടെ ഒരുത്തന്നെ ഇരിപ്പുണ്ട്. അവരിവിടെ ഇങ്ങനെ ഓരോന്ന് പോലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ. ഈ പിള്ളേർ ഇവിടെ നിൽക്കുന്നു, മമ്മി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കുറെ പേര് കാഴ്ചകൾ കണ്ടുകൊണ്ട് നോക്കുന്നു. ആ ഇവിടെ കുറെ ലോക്കൽസ് ഇരുന്നിട്ട് അവരെന്തൊക്കെയോ നെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. ഇത് അവരുടെ വീടുകളൊക്കെയാണത്. ണ്ടോ ഞങ്ങൾ ഇതിലേക്ക് നടന്ന് ഞാനൊരു വീട് കാണിച്ചില്ലേ, നല്ലൊരു വീട്. അങ്ങനെ നടന്ന് ഇവരുടെ ഇവിടുത്തെ വീടുകളൊക്കെ അടിപൊളിയാട്ടോ. ഇത് കണ്ടോ, മരത്തിലാണ് ഇവിടുത്തെ വീടുകളൊക്കെ പണിതേക്കുന്നത്. നല്ല ഭംഗിയുള്ള വീടുകളും. അപ്പം ഞങ്ങൾ ഷോർട്ട് കട്ട് കയറിയിട്ടാണ് മനു ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അവിടെയുള്ള പശുവൊക്കെ ഇവിടുത്തെ ആൾക്കാർ പശു ഇവിടെ ഭയങ്കരമായിട്ട് പശുവിനെ വളർത്തുകയൊക്കെ ചെയ്യും. വരയ്ക്കുക, ഇവിടെ പിക്ചർ വരയ്ക്കുക. മേളിലിട്ട് അതിലേക്കട. നമ്മളിതാ മനു ടെമ്പിൾ എത്തിയിട്ടുണ്ട്. ഇതാണ് മനു ടെമ്പിൾ. ഇവിടെ കയറാൻ പോവാ. കയറി ആദ്യം മണ്ണി അടിച്ചിട്ട് കയറിക്കോ. അത് ഞാൻ വരുന്ന എടുത്താൽ മതി. കയറിക്കോ. ആ ഇട്ടോ എത്തുവോ? ഒന്ന് സ്റ്റെപ്പേൽ തൊട്ട്
ഇതാണ് മനു ടെമ്പിൾ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം താഴെ നിന്ന് നടന്നു കയറുന്നത്. പിന്നെ ഓൾഡ് മണാലി, ഈ മനു ടെമ്പിളും. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചിനി പഴയതുപോലെ ഇറങ്ങും. അമ്പലത്തിനകത്തോട്ട് കയറണം. ഫോട്ടോ പ്ലീസ് ഷൂസ് മാത്രമേ പുറത്തിടാൻ പറഞ്ഞിട്ടുള്ളൂ. ഫോട്ടോസ് എല്ലാം അവിടെ ആയിരിക്കാം. നോക്കാം. ബാക്ക്ഗ്രൗണ്ട് നോക്കിയ ഞങ്ങൾ കടലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണിക്കാം. ഇതുണ്ടോ പീനട്ട്, റോസ്റ്റഡ് പീനട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്നിട്ട് ഇത് വലിയതാന്ന് നോക്കി ഇരുന്ന് കഴിക്കുക. വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചു. ടെമ്പിള് അതിൻ്റെ എന്തോ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ്. ടെമ്പിളിൻ്റെ ഉള്ളുഭാഗം. അകത്ത് പോയിട്ട് മമ്മി പൊട്ടൊക്കെ തൊട്ട് പുറത്തിറങ്ങി. നേർച്ച കിട്ടി. എന്താ അതിനകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ല, അപ്പോൾ എടുക്കാൻ പറ്റില്ല. ഇത് ഇവിടുത്തെ പിള്ളേരാട്ടോ. അവർ കളിക്കാൻ വന്നേക്കും. കൊത്തങ്കല്ല് കളിക്കായിരുന്നു. ഓരോരുത്തർ പലരും പല ബിസിനസ്. താഴെ ഇതാ മുടി എന്തോ ഉണ്ടാക്കണോ, ഇവർ കളിക്കണോ. അങ്ങനെ താഴേന്ന് മോള് വരെ കയറി മനു ടെമ്പിളിൽ വന്നു. ഇതേ ടെമ്പിളിൽ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇതേ പൊട്ടൊക്കെ വെച്ച് വന്നു. നമുക്ക് മറ്റേ ഒരു നേർച്ചയൊക്കെ തന്നു. ഞങ്ങൾ ഇനി താഴേക്ക് പോവുകയാണ്. തിരിച്ച് പോവാണ്. ഇനി എങ്ങനെയാന്ന് നോക്കണം. മേ ബി നടന്നു പോവും. അങ്ങോട്ട് പോകാൻ ഈസി ആയിരിക്കും അല്ലേ? കുഴപ്പമില്ല. പക്ഷെ നോക്കണം. വണ്ടി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വണ്ടിക്ക് നോക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ പിന്നെയും പതുക്കെ കണ്ടുകൊണ്ട് ഇത് ഒരാൾ താഴെ കിടന്ന് നടന്ന് വരുന്ന അൻ്റുണ്ടോ അമ്പാനെ. ഇത് അതെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഇനി നാളത്തെ, ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. നമുക്ക് 3ാമത്തെ ദിവസം മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എൻ്റെ ഫ്രണ്ട് ഓൺ ദ വേ ആണ്. അപ്പോൾ അവൾ വന്നിട്ട് കുറച്ചും കൂടെ വീഡിയോസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കാണാം. ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. തണുപ്പൊക്കെ തുടങ്ങി. സമയം ഇപ്പോൾ ഏകദേശം 6 മണി ആവാനായിട്ടുണ്ട്. ഫോൺ ഇപ്പോൾ ഡെഡ് ആവാനും ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ വൈൻഡപ്പ് പറയുകയാണ്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മണാലിയിൽ നിന്നും വീണ്ടും പിന്നെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും നീലുവിൻ്റെ വീട്, എൻ്റെ കൂട്ടുകാരിയുടെ വീടുണ്ടെന്ന് പറഞ്ഞില്ല, അവളുടെ മക്കളാണ് ഇത് 2 പേരും. അവൾ മൊമോസ് ഉണ്ടാക്കാനുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഞങ്ങളുടെ കൂടെ വരാതിരുന്നത്. അവൾ ഞങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് മൊമോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മമ്മി കഴിക്കുകയാണ്. ഞങ്ങൾ റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായിട്ട് വന്നതാണ്. കുറേ നേരം അവിടെ ഇരുന്നു. അപ്പം നീലുവിൻ്റെ മോളുണ്ടല്ലോ മഹി, പുള്ളിക്കാരത്തി നന്നായിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. സ്കൂളിലൊക്കെ ഫസ്റ്റാണ് ഡാൻസിനൊക്കെ. അപ്പോൾ അവൾ അവിടുത്തെ ഒരു ലോക്കൽ ഡാൻസ് കളിക്കണതാണ്. പാട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ പാട്ടിടാതെ ഇരുന്നത്. അപ്പം അവളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, പൂജയുടെ സിസ്റ്റർ പാറു. അപ്പം പാറും ഡാൻസ് കളിച്ചു കേട്ടോ. ഇവരെല്ലാം കുറേ നേരം ഡാൻസ് കളിച്ച് ഞങ്ങൾ കുറേ നേരം ഇവരുടെ കൂടെ ഇരുന്നു. പിന്നെ നീലുവിൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ ജീജു. ഞങ്ങളുള്ളത് കൊണ്ട് അപ്പുറത്ത് പോയി ഇരിക്കുകയായിരുന്നു പാവം. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് റൂമിലേക്ക് പോകാമെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ റൂമിൽ ഹീറ്റർ ഉള്ളതുകൊണ്ട് ഹീറ്ററൊക്കെ ഓണാക്കി വെച്ചിട്ട് കേട്ടോ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നത്. ഇതിപ്പം അവളെന്തൊക്കെയോ കോമഡിയും പാട്ടും ഡാൻസൊക്കെ. അപ്പം നീലു അവിടെ നിന്നിട്ട് കാപ്പിയാക്കി തരാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പാറു ആണെങ്കിൽ നന്നായിട്ട് ഡാൻസ് കളിക്കും. പാറു നേപ്പാളിയാണേ. അപ്പോൾ അവളൊരു നേപ്പാൾ ഡാൻസാണ് കളിക്കണത്. പാട്ടൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ അവൾ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ നീലു അവർ പഞ്ചാബീസാണ്, അവിടെ സെറ്റിലായേക്കാണ്. നീലുവിൻ്റെ ഹസ്ബൻഡ് അവിടെ ഫോട്ടോഗ്രാഫറാണ്. ജീജു കുറേ വർഷമായിട്ട് അവിടെ ഫോട്ടോഗ്രാഫറാണ്. അതുകൊണ്ടാണ് അവരവിടെ സെറ്റിലായേക്കണത്. പിന്നെ ഇവരുടെ ഫാമിലിയും അവിടെ ഷോപ്പ് ഉണ്ടായിരുന്നു, കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരിവിടെ സെറ്റിലായതാണ്. സോ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ബൈ.